ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ആയില്ലേ ഒരു വീഡിയോ ഇട്ടിട്ട്. വേറെ ഒന്നുകൊണ്ടല്ല കേട്ടോ, തിരക്കായതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഇന്ന് എല്ലാവരും കൂടെ, നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ, അവരെല്ലാവരും നമ്മൾ സെയിം അപ്പാർട്ട്മെൻറ്റിലുള്ളവരാണ്. അപ്പം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്ന് ഔട്ടിങ്ങിന് പോവാണ് കേട്ടോ. പിള്ളേർക്ക് വെക്കേഷനൊക്കെ ആയതല്ലേ, അപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഒരുപാട് ആളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് 2 ടാക്സിയിലായിട്ട് വേണം കേട്ടോ പോകാൻ. അപ്പോൾ ആദ്യം ഒരു ടാക്സിയിൽ പിള്ളേരും കുറച്ച് പേരെല്ലാവരും കൂടി പോയി, പിന്നെ നമ്മൾ വേറൊരു ടാക്സിയിലാണ് ഞാനെല്ലാം കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമ്മൾ പോവാണ്. നമ്മൾ ഇന്നത്തേക്ക് എവിടെയാണ് പോകുന്നത് ഞാൻ പറഞ്ഞില്ല അല്ലേ. നമ്മൾ പോകുന്നത് യാച്ച് ഡ്രൈവിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ദുബായ് മറീന ഹാർബറിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ½ ആൻ അവറോളം ഉണ്ട് കേട്ടോ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ മുന്നിൽ പോകുന്ന ടീമിനെ അവിടെ എവിടെയും കാണുന്നില്ല കേട്ടോ. പക്ഷെ അവരെ വിളിച്ചു നോക്കുമ്പം അവർ ഹാർബറിൽ എത്തി എന്നാണ് പറഞ്ഞത്. പക്ഷെ അവരെ കാണുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് മനസ്സിലായത് അവർ ഹാർബറിൻ്റെ മറ്റൊരു സൈഡിലാണെന്നുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നമുക്ക് നടന്ന് വരാനുള്ള ഡിസ്റ്റൻസ് ഒന്നും അല്ല കേട്ടോ അവർക്കുള്ളത്. അപ്പം നമുക്ക് യാച്ച് ഡ്രൈവ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു 7 മണിക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 6:30 ആയിട്ടോ. പക്ഷെ അവരെ എവിടെയും കാണുന്നില്ല. അങ്ങനെ അവർ പിന്നെ രണ്ടാമത് അവിടുന്ന് ടാക്സി എല്ലാം വിളിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാം. അപ്പം നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നല്ലൊരു വൈബായിരുന്നു കേട്ടോ അവിടെ. അപ്പം ഒരു സൺസെറ്റിൻ്റെ ഒക്കെ ഒരു സമയമായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു. ഈ ദുബായ് മറീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായിയുടെ ഒരു പോഷായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യാച്ച് എന്ന് പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ യാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പ്രീമിയം ലെവൽ യാച്ചാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കൂടെയുള്ള മെൽവിൻ ചേട്ടൻ്റെ കെയർ ഓഫിൽ നമുക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞിട്ട് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൂട്ടിയാണെങ്കിൽ പിള്ളേരൊക്കെ ആ വണ്ടിയിലായതുകൊണ്ട് അവരുടെ കൂടെ പോയി. അപ്പോൾ ഞാനും വിബിയേട്ടനും മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ. ഇതൂട്ടി ഒറ്റയ്ക്ക് അതിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പിന്നെ അവിടെയൊക്കെ കുറേ ഇങ്ങനെ കറങ്ങി ഏകദേശം 7 മണിയായിട്ടോ. നമുക്ക് 1 അവറാണ് കിട്ടിയിട്ടുള്ളത്. 7 to 8 ആണ് നമ്മുടെ സ്ലോട്ട്. ഭയങ്കര ബുക്കിംഗ് ആണ്. ഇപ്പോൾ വെക്കേഷനും കൂടി ആയതുകൊണ്ട് യാച്ച് കിട്ടാനില്ല കേട്ടോ. അപ്പം നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 7 o'clock ആയപ്പോഴേക്കും അവർ എത്തിയേ. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ യാച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരുപാട് യാച്ചുകളുണ്ട്. അപ്പം നമ്മുടെ യാച്ചുള്ളത് ഉള്ളിലാണ്. അപ്പം നമുക്ക് അവിടേക്ക് പോകണം. അപ്പോൾ അവർ വന്നിട്ട് നമ്മൾ നടന്നു പോവുകയാണേ. നമ്മൾ ഈ യാച്ചിൽ ആദ്യത്തെ തവണ കേട്ടോ പോകുന്നത്, ഫസ്റ്റ് ടൈമാണ്. പക്ഷെ നമ്മൾ ക്രൂയിസിൽ ഒരുപാട് തവണ പോയിട്ടുണ്ട്. ക്രൂയിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് ഫുഡ് അതുപോലെ ഒരുപാട് ഷോസും കാര്യങ്ങളെല്ലാം നമുക്ക് ക്രൂയിസിലുണ്ടാവും. പക്ഷെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ യാച്ചിൽ പോകുന്നത്. യാച്ച് കുറച്ച് പ്രീമിയം ലെവലാണ്. നമുക്ക് ഇതിൽ ഒരു ബെഡ്റൂം ഉണ്ട്, ഹോളുണ്ട്, പിന്നെ അപ്സ്റ്റെയറിൽ ഒരു ബാൽക്കണി പോലത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാൻ കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിലാണ് വൈബ് പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഹാളിൽ ബാഗെല്ലാം വെച്ച് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോവുക കേട്ടോ ചെയ്തത്. പിള്ളേരെല്ലാം താഴെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വിബിയേട്ടനും അവരെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സേഫ് ആയിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തു ഒരു 7:50 കൂടി സ്റ്റാർട്ട് ചെയ്തു. ഇത് സുനിത, ശ്രുതി, അതേപോലെ തന്നെ സുനിതയുടെ അമ്മ, പിന്നെ പിള്ളേരെല്ലാവരും, പിന്നെ ഇത് നമ്മുടെ ജിനു. ഇത്രയും പേരും ഇവരുടെ ഹസ്ബൻഡ്, പിള്ളേർ എല്ലാവരും കൂടി ആട്ടോ നമ്മൾ പോയത്. ഇതെല്ലാം നമ്മുടെ ക്ലോസ് ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളാണ്. നമ്മുടെ സെയിം അപ്പാർട്ട്മെൻറ്റിലാണ്. നമ്മൾ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. നമ്മളെല്ലാവരും നാട്ടിലെ പോലെ തന്നെയാണ്. അപ്പം നമ്മളവിടെ എത്തിയപ്പം തന്നെ ചേട്ടായി നമുക്ക് നമ്മുടെ സ്വന്തം അജയ് ബ്രോ നമുക്ക് പെപ്സി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചു. ഇതൂട്ടിക്ക് ഞാൻ കൊടുത്തില്ല കേട്ടോ. അവൾക്ക് ഞാൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ അവൾ അതിന് വേണ്ടിയിട്ട് പിണങ്ങി ഇങ്ങനെ കളിക്കുകയാണേ. അത് കഴിഞ്ഞ് ചേട്ടന്മാരൊക്കെ മുന്നിൽ പോയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവിടേക്കൊന്നും പോയില്ല. അപ്പം ഇതാണ് നമ്മുടെ സാരഥി. ഇദ്ദേഹം മലയാളിയാണ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ചുകൂടി കംഫർട്ടായിരുന്നു ഇത്.
അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 7:30 ഒക്കെ കഴിഞ്ഞു കേട്ടോ. പക്ഷേ നോക്കൂ, ഇരുടായി വരുന്നേ ഉള്ളൂ. ഇവിടെ സമ്മർ ആകുമ്പോൾ ഇങ്ങനെയാണ്, ലേറ്റ് ആയിട്ടേ ഇരുടാവുള്ളൂ. അതേപോലെ വിൻ്റർ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 5:30 ഒക്കെ ആകുമ്പോഴേക്ക് തന്നെ ഇരുട് വരും കേട്ടോ. അങ്ങനെയാണ് ദുബായിലെ ഒരു ക്ലൈമറ്റ്. അപ്പോൾ വിവേട്ടൻ മുന്നിൽ പോയിരുന്ന് കുറച്ച് ഷോ ഓഫൊക്കെ, കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കാണിക്കുകയാണ്. രാത്രി നല്ല വൈബായിരുന്നു കേട്ടോ. അറിയാലോ, ഏറ്റവും ബ്യൂട്ടിഫുൾ സിറ്റിയാണ് നമുക്ക് ദുബായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റിൽ. അപ്പം ആ ഒരു വ്യൂ ഇങ്ങനെ ഒരു റൈഡ് പോകുമ്പോൾ നമ്മൾ കാണുക എന്ന് പറയുമ്പം അതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചെറിയൊരു സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേരുള്ളതല്ലേ, അപ്പോൾ അവർക്ക് കേക്കും കാര്യമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചേട്ടന്മാർക്ക് മുന്നോട്ട് കിട്ടിയിട്ടില്ല, എന്താ തരാത്തതെന്നൊക്കെ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളൊരു പാത്രത്തിലാക്കി അവർക്ക് കൊടുത്തേ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് where the neon glows. Every block tells a tale the whole city knows. Rhythms in the shadows where the cold wind blows. Life's a gamble on these streets, anything goes. Boom bap echoes through the alleys at night. ഇതാ നിങ്ങളിപ്പോൾ ഈ കാണുന്നില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ക്രൂയിസ്. ഇതിൽ നമ്മളൊരു 3-4 തവണ പോയിട്ടുണ്ട്. അമ്മ വന്നപ്പോഴും നാട്ടിൽ നിന്ന് പേരൻസ് വന്നപ്പോഴും എൻ്റെ അനിയത്തി ഹസ്ബൻഡിൻ്റെ കൂടെ, പിന്നെ ഞാനും ബിബിയായിട്ടും കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ദുബായിൽ വന്നപ്പോഴൊക്കെ ഇതിൽ പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ യാച്ചിൽ ഫസ്റ്റ് ടൈമാണേ നമ്മൾ പോകുന്നത്. കുറേ നമ്മൾ റൈഡ് ചെയ്തു, നമ്മൾ മുന്നിലേക്ക് ഒരുപാട് ഉള്ളിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ നമുക്ക് വീല് കാണാൻ പറ്റി. അതേപോലെ തന്നെ അവിടെ നമുക്ക് അറിയാം, നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് സിനിമയിലൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. യാച്ച് നല്ല രീതിയിൽ ഷെയ്ക്ക് ആവുന്ന രീതിയിൽ ഇങ്ങനെ അവർ കറക്കും കേട്ടോ. ഒരു നല്ല രീതിയിൽ ഇങ്ങനെ റൗണ്ട് സർക്കിളായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യും. അപ്പം ഭയങ്കര വൈബാണ് കേട്ടോ. പക്ഷെ എനിക്ക് അതൊട്ടും പറ്റിയില്ല എന്ന് തോന്നുന്നു. നല്ല രീതിയിൽ എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ മുകളിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വന്നു. പ്രത്യേകിച്ച് ഇതൂട്ടി താഴെ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിള്ളേരെ കൂടെ വിവേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ വിവേട്ടൻ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളെല്ലാം ഒന്ന് പരിചയപ്പെടുത്താണ് കേട്ടോ. കണ്ടില്ലേ, നല്ല സെറ്റപ്പ് റൂമാണ്. ഇതാണ് നമ്മളുടെ ഡൈനിങ് ഹാള്, ലിവിങ് റൂം എന്നൊക്കെ പറയാം. നമുക്ക് അവിടെ ഒരു റൈഡിങ് ഫെസിലിറ്റി എല്ലാം ഉണ്ട് കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെയും വെച്ച് റൈഡ് ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ അതേപോലത്തെ ഓവൻ, കിച്ചൺ, ഒരു ചെറിയൊരു കിച്ചൺ ഫെസിലിറ്റി ഉണ്ട്, വിത്ത് ഫ്രിഡ്ജ് അടക്കം ഉണ്ട് കേട്ടോ നമുക്ക്. പിന്നെ ഫുൾ AC ആണ് ഇതിൻ്റെ ഉള്ളിൽ, നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാത്റൂം ആയാലും നല്ലൊരു, ചെറുതാണെങ്കിൽ കൂടി നല്ലൊരു എല്ലാ ഫെസിലിറ്റി ഉള്ളൊരു ബാത്റൂമാണ്. പിന്നെ ഒരു ചെറിയൊരു ബെഡ്റൂമാണ് വരുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ബെഡ്റൂമും കൂടി പരിചയപ്പെടുത്തി തരേ. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ പിള്ളേർ ഇതൂട്ടിനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവർക്ക് ഇതൊന്നും ബാധകമല്ലാന്ന് തോന്നുന്നു. എനിക്ക് നല്ല രീതിയിൽ വോമിറ്റിംഗ് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ മെല്ലെ അവിടെ സൈഡായി ഞാൻ അവിടെ ഇരുന്നു കേട്ടോ. അപ്പം ഇതൂട്ടി കുഴപ്പമില്ല, എന്താ അമ്മ ഇതിങ്ങനെ ഷെയ്ക്ക് ആവുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ മുകളിൽ പോയി ഇരുന്ന് കാണാൻ നല്ല വൈബായിരുന്നു വിവേട്ടൻ പറഞ്ഞു എൻ്റെ അടുത്ത്. പക്ഷെ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അതാണ് ഞാൻ മെല്ലെ താഴോട്ട് വന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം 8 മണിയോട് കൂടി തന്നെ നമ്മളത് അവസാനിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ അവർ ഡ്രോപ്പ് ചെയ്യും കേട്ടോ. നമ്മളെ വേറൊരു ഏരിയയിലൊന്നല്ല, നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ പോയിട്ടാണ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ പതുക്കെ ഇറങ്ങി. അപ്പോഴേക്കും നെക്സ്റ്റ് ടീം എൻ്റർ ചെയ്യാനുള്ളൊരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നിന്ന് ഇറങ്ങി കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾ കുറച്ചും കൂടി കാഴ്ചകളൊക്കെ കണ്ടോളൂ. ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി കാണിക്കാം കേട്ടോ എല്ലാം. Where the neon glows. Every block tells a tale the whole city knows. Rhythms in the shadows where the cold wind blows. Life's a gamble on these streets, anything goes. Boom bap echoes through the alleys at night. Soulful samples lift the darkness to light. Deep kicks pounds like a heartbeat fight. These gritty vibes keep my story inside. Punch louder than the city's own chime. Boom bap echoes through the alleys at night. Soulful.
അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ, അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മറീനയിൽ നേരെ ടാക്സി വിളിച്ച് 2 ടാക്സിയിലായിട്ടാണ് നമ്മൾ വന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മുടെ കടൽക്കൂട്ട്, അതേപോലെ തന്നെ വെറൈറ്റി ഫിഷിൻ്റെ ആയാലും ബീഫിൻ്റെ ഒക്കെ ഐറ്റംസ് നമ്മൾ കഴിച്ചു കേട്ടോ. ചക്ക ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ചക്കയും ബീഫും ഉലർത്തിയതുണ്ടായിരുന്നു, അതുപോലെ പ്ലെയിൻ ചക്ക ഉണ്ടായിരുന്നു, ഫിഷ് കറി, അതേപോലത്തെ കാര്യങ്ങളെല്ലാം കഴിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ നമ്മളെ അപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ വീണ്ടും നമുക്ക് ഇതേ കഥ പറഞ്ഞ് നമ്മൾ തീർന്നിട്ടില്ല. സത്യം പറയണേ ഇന്നൊരു ഹാഫ് ഡേ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു, എന്നിട്ടും നമ്മുടെ കത്തിയടി തീർന്നിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ വീണ്ടും അവിടെ തന്നെ നിന്ന് കുറച്ച് നേരം കൂടി വർത്താനം പറഞ്ഞ് നമ്മൾ പിന്നെ അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോരുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം ഇത്രയൊക്കെ വിശേഷങ്ങളെ ഈ വീഡിയോയിലുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബായ്.